എന്താണ് ഈ റിപ്പബ്ലിക് ദിനം, അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭരണഘടന പൗരന്മാരെ അല്ലെങ്കിൽ ജനത്തെ പൗരനായി ട്രാൻസ്ഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ അത് നടക്കാതെ പോയതിൻ്റെ വാർഷികം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്ന് സൂചിപ്പിച്ചല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിനും ഈ റിപ്പബ്ലിക് ദിനത്തിനും ഇടയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ ഹരീഷ് നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങ് മതപരമായ ചടങ്ങിലൂടെ നടന്നത്, അല്ലെങ്കിൽ പാർലമെൻറ്റ് ഉദ്ഘാടനം മതപരമായ ഒരു ചടങ്ങിലൂടെ നടന്നത്, രാജ്യത്തെ ഒരു ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഭരണകൂടം നടത്തുന്നത്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിനിടയിൽ നിയമ സംവിധാനത്തിലൂടെ തന്നെ പൗരൻ്റെ അവകാശങ്ങളെ മാറ്റിമറിക്കാൻ പാകത്തിലുള്ള ശ്രമങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, നിയമ ഭേദഗതികളാണ്, ക്രിമിനൽ നടപടി നിയമങ്ങൾ. അത് ബ്രിട്ടീഷ് കാലത്തെ നിയമങ്ങൾ മാറ്റുകയാണ് എന്ന പ്രഖ്യാപനത്തോടുകൂടെ മാറ്റിയത് വഴി ഉണ്ടായ പൗരാവകാശ ലംഘനങ്ങൾ. അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് കൊണ്ടുവന്നപ്പോൾ അത് പൗരൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന വിധത്തിലാക്കിയത്, പോസ്റ്റൽ ആക്ട് ഭേദഗതി ചെയ്തപ്പോൾ അത് പൗരൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നതാക്കിയത്. ഇങ്ങനെ പലതരക്ക് ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനം മുതൽ ഈ റിപ്പബ്ലിക് ദിനം വരെയുള്ള കാലം ഒരുപക്ഷെ ഈ 2014 മുതൽ അധികാരത്തിലിരിക്കുന്ന സംവിധാനം ഏറ്റവും ഫലപ്രദമായി ഭരണഘടനയെ മറികടക്കാൻ ഉപയോഗിച്ച കാലമായി കാണേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യത്യാസമാണ്. അതായത് ഇത്രയും കാലമുള്ള സർക്കാരുകൾ പല റിഗ്രസീവ് ആയിട്ടുള്ള നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ കോൺഗ്രസ് ലീഡ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് പൗരാവകാശങ്ങൾ ലംഘിച്ചിട്ടുണ്ട്, പല നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അബറേഷൻസ് ആയിരുന്നു. പലപ്പോഴും അതിനെ ജനത തിരിച്ചടിച്ചിട്ടുണ്ട്, കോടതികൾ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു വ്യത്യാസം, ഒരു ടോട്ടലിറ്റേറിയൻ സ്റ്റേറ്റിന്റെ സ്വഭാവത്തിലേക്ക് ഗവൺമെന്റ് മാറിയിട്ടുണ്ട്. ഏകധാനത എന്ന് പറയുന്ന ഒരു പ്ലൂറലിസം ഇല്ലാതാവുന്ന ഒരു സ്ഥിതിവിശേഷം. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് അങ്ങ് സൂചിപ്പിച്ചത്. പാർലമെന്റിൽ ചർച്ച ഉണ്ടാവുന്നില്ല. നമ്മൾ എന്തിനാണ് പാർലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്? പാർലമെന്റാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലെ? നമ്മളെ അങ്ങനെയാണ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് പല ഐഡിയോളജി വെച്ച് പുലർത്തുന്ന പല ഭാഷകളിലുള്ള ആളുകൾ ഈ ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ നിലനിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടും വിധത്തിലാണ് അവിടെ ഒരു ഭരണസഭ. കാരണം സത്യത്തിൽ അങ്ങനെ ഒരു രാജ്യത്തിന്റെ സ്വഭാവമൊന്നുമില്ല. ഇപ്പൊ അതിന്റെ ചരിത്രം പറയാൻ നമുക്ക് സമയമില്ല. പല ഭാഷകൾ, പല സംസ്കാരങ്ങൾ, പലവിധ ഭൂപ്രദേശങ്ങൾ. എങ്ങനെയാണ് ഈ രാജ്യം ഒരു രാജ്യമായി നിലനിൽക്കുന്ന അത്ഭുതം തോന്നുന്ന വിധത്തിലുള്ള ഒരു രാജ്യത്തിന്റെ രൂപീകരണമാണ് 47 നടന്നത്. ഇത് നിലനിൽക്കുന്നത് ഈ ഡൈവേഴ്സിറ്റി ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. പാർലമെന്റിൽ നടന്ന ചർച്ചകളുടെ നിലവാരം പരിശോധിച്ചാൽ പാർലമെന്റ് തന്നെ നടക്കുന്നില്ല. പാർലമെന്റിൽ ചർച്ചകൾ നടക്കുന്നില്ല. സ്വതന്ത്രമായ ചർച്ചകൾ പാർലമെന്റിന് പുറത്ത് നടന്നുകൊണ്ടിരുന്ന സ്പേസ്, ഇന്ത്യയിലെ മീഡിയകളുടെ സ്പേസ് ആയാലും അത്തരം സംഗതികളായാലും അവിടെയൊന്നും അത്തരം ചർച്ചകൾ നടക്കുന്നില്ല. ആ സ്പേസസ് ഒക്കെ പലരും വാങ്ങിച്ചു വെച്ചിരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതികളാണ് അങ്ങോട്ട് സൂചിപ്പിച്ചോ. ഒരു 1.5 നൂറ്റാണ്ടിന്റെ ഭാരം പേറുന്ന IPCയും CRPCയും സമാനമായിട്ടുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ടും ഒക്കെ ഒറ്റയടിക്ക് മാറ്റുകയാണ്. അതിന്റെ പേര് മാറുന്നു എന്നുള്ളത് മാത്രമല്ല, അതിന്റെ കോണ്ടന്റ് 80-85% പഴയ കണ്ടന്റ് നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ എന്തിനാണ് ഇത് മാറ്റുന്നത്? നിയമ ഭേദഗതികൾ എന്തിനാണ്? അപ്പോ സംഘപരിവാറിന്റെ നറേഷൻ എന്താണ്? ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം നമുക്ക് മാറ്റണ്ടേ? നമുക്ക് പഴയ സംഗതികൾ മാറ്റണ്ടേ? ഇത് ആരോടാ ചോദിക്കുന്നതെന്നറിയോ? നിയമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആഴത്തിൽ അറിയാത്ത ഒരു വലിയ ജനതയോടാണ് ചോദിക്കുന്നത്. അവരെന്താ വിചാരിക്കുന്നതെന്നറിയോ? വീട്ടിലെ ഒരു നൂറ്റാണ്ട് പഴയ കസേര നമ്മൾ വെച്ചോണ്ടിരിക്കണോ? മാറ്റണ്ടേ? വീട്ടിൽ 1 നൂറ്റാണ്ട് പഴക്കമുള്ള സംഗതികൾ, പുസ്തകങ്ങൾ, എന്തിന് വീട് തന്നെ 1 നൂറ്റാണ്ട് പഴക്കമുള്ള വീടാണെങ്കിൽ നമ്മളത് മാറ്റണ്ടേ? നമുക്ക് പുതിയ വീട് വേണ്ടേ? നമുക്ക് എല്ലാത്തിനും പുതിയത് വേണമല്ലേ? നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ പുതുമ ആഗ്രഹിക്കുന്ന ആളുകൾ. ഈ നിയമവും അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ആളുകളോട് ഇത് നിയമം മാറ്റണ്ടെന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് നിയമം മാറ്റുന്നത്? അതിനൊരു ആൻസർ വേണം. ഇന്ന വരി കുഴപ്പമാണ്. കൊളോണിയൽ ലോകത്തിരുന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി, ഇന്ത്യക്കാരെ ക്രിമിനൽ കേസുകളിൽ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി, ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമല്ല IPC ഒരുപാട് രാജ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. അങ്ങനെ ഒരു നിയമത്തിന്റെ കാഴ്ചപ്പാട് കുഴപ്പം. തുല്യതയുള്ള മനുഷ്യർ തമ്മിൽ ഡീൽ ചെയ്യേണ്ടിയിരുന്ന ഒരു നിയമമല്ല ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ഡീൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമം. അപ്പൊ അതിനകത്തൊരു പവർ ഹൈറാർക്കിയുടെ പ്രശ്നമുണ്ട്. അതിനെ നമുക്ക് ഈക്വലൈസ് ചെയ്യണം. പോലീസിനെ, നീതിന്യായ സംവിധാനത്തെ ഒക്കെ
പൗരന് തുല്യാവകാശം നൽകുന്ന തരത്തിലുള്ള ഒരു ക്രിമിനൽ നിയമ സംവിധാനം വേണം. ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. നിയമം മാറണം എന്നുണ്ടെങ്കിൽ അതാണ് ഇതിന്റെ അടിസ്ഥാനം. പക്ഷെ എന്താ സംഭവിച്ചത്? കൊളോണിയലായി കൊണ്ടുവന്ന എല്ലാ റിഗ്രസീവ് നിയമങ്ങളെയും നിലനിർത്തി. കൊളോണിയൽ ശക്തികൾ പോലും, ബ്രിട്ടീഷുകാർ പോലും കൊണ്ടുവരാൻ ഭയപ്പെട്ട ജനാധിപത്യ വിരുദ്ധ പ്രൊവിഷൻസ് അതിനകത്തേക്ക് കൊണ്ടുവന്നു. ഒരു ബ്രിട്ടീഷ് രാജിനകത്ത്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള രാജ്യത്ത് ഒരാളെ അറസ്റ്റ് ചെയ്ത് 15 ദിവസം മാത്രം റിമാൻഡിൽ വെക്കാം മജിസ്ട്രേറ്റിന് എന്ന് കണക്കാക്കിയിരുന്ന ഒരു സംഗതി നിന്ന നിപ്പിൽ 60 ദിവസമായി മാറുകയാണ്. സാധാരണ പോലീസുകാർ പിടിച്ചിട്ട് ആളുകളെ ഇടിക്കുമ്പോൾ 15 ദിവസം കഴിയുമ്പോൾ ഇവനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇവളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ടതാണ് എന്ന പേടിയെങ്കിലും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ശരീരത്ത് പാടുവരാത്ത തരത്തിലെ ഉപദ്രവിക്കുള്ളൂ. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, 60 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ നിയമങ്ങൾ മാറ്റുന്നത് എന്ന ഒരു നറേഷന് തികച്ചും വിരുദ്ധമായി ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ മേൽ പ്രയോഗിക്കാൻ പേടിച്ചിരുന്ന വ്യവസ്ഥകളാണ് ഈ നിയമങ്ങൾ വഴി കടന്നു വരുന്നത്. UAPA നമ്മളെല്ലാവരും ഭയപ്പെട്ടിരുന്ന, നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ UAPA സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ആരും ഭയപ്പെടുന്ന തരത്തിലേക്ക് UAPA ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു കാലത്താണ്. പക്ഷെ UAPA എടുക്കണമെങ്കിൽ പോലും പോലീസ് കമ്മീഷണർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ പെർമിഷൻ വേണം. ഇവിടെ ഒരു SI വിചാരിച്ചാൽ UAPAയേക്കാൾ മോശമായിട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡിലെ വ്യവസ്ഥകൾ വെച്ച് കേസെടുക്കാൻ കഴിയുന്ന തരത്തിൽ പുതിയ ന്യായ വ്യവസ്ഥ വരികയാണ്. അങ്ങനെ ഒട്ടനവധി നിയമങ്ങൾ. ഇത് പാർലമെന്റിലോ ജനങ്ങൾക്കിടയിലോ ചർച്ച ചെയ്തിട്ടില്ല. നമ്മുടെ നിയമം എന്ന് പറയുന്നത് സാങ്ഷൻ ഓഫ് ലോ ആണെന്നാണല്ലോ, അല്ല, സാങ്ഷൻ ഓഫ് ദ പീപ്പിൾ, വിൽ ഓഫ് ദ പീപ്പിൾ എന്നാണ് പറയുക സാധാരണ. ഒരു നിയമം എന്ന് പറഞ്ഞാൽ വിൽ ഓഫ് ദ പീപ്പിൾ ആണ്, ഭൂരിപക്ഷത്തിന്റെ തീരുമാനം. ഈ ഭൂരിപക്ഷം അറിഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മളൊരു മൈക്കും ഒരു ക്യാമറ എടുത്തോടെ റോഡിൽ ഇറങ്ങിയിട്ട് ഈ നാട്ടിലെ നിയമങ്ങളെല്ലാം അടിമുടി മാറിയിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, നമ്മൾ കാണുന്ന 100 പേരിൽ 90 പേര് പോലും ഇത് മാറിയ കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെ അതിന്റെ കണ്ടന്റ് അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയാതെ നിങ്ങൾ എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത്? നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആളുകൾ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇത് അനുസരിക്കുക? കാരണം ഇത് ആളുകൾക്ക് അറിയില്ല, ഇത് നടപ്പാക്കാൻ പോകുന്ന പോലീസുകാർക്ക് അറിയില്ല. അപ്പൊ ഈ നറേഷൻ, ഈ ഇന്ത്യയെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന നറേഷൻ വഴി ഇന്ത്യയുടെ ഏറ്റവും അടിസ്ഥാന സ്വഭാവം, ജനാധിപത്യ സ്വഭാവങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിൽ, മതേതര സ്വഭാവങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ദൗർഭാഗ്യവശാൽ അതൊരു പ്രഖ്യാപിത നിലപാടായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. 370 ഇല്ലാതാക്കുമെന്ന് പറയുന്നു, കശ്മീരിൽ ഇത് നടപ്പാക്കി കാണിക്കുന്നു, സുപ്രീം കോടതി അതിന് മൗനാനുവാദം നൽകുന്നു, അതിനൊരു വളം വെച്ചു കൊടുക്കുന്ന രീതിയിൽ അത്തരം കേസുകൾ വൈകിപ്പിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ വീക്കൻ ചെയ്യുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ പൊസിഷൻ ഇന്ന് എവിടെയാണ്? ഞാനൊരു ഓട്ടോറിക്ഷക്കാരനോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചു, ഇങ്ങനെ യാത്ര ചെയ്യുന്ന വഴി. എനിക്ക് ഇൻസൈറ്റ് ഉണ്ടാക്കിയ ഒരു ഇത് പറയാണ്. എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ അല്ലേ വരുന്നത്, ഞാൻ ഇത് സംഭവം നടക്കുന്നത് നവംബർ അവസാന ആഴ്ചയാണ്. അപ്പൊ ആ ഓട്ടോറിക്ഷക്കാരനെ ഇറങ്ങി കഴിഞ്ഞിട്ട് പൈസ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, ഇലക്ഷൻ ഇപ്പോഴല്ല സാർ, ജനുവരി കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. എന്താന്ന് ചോദിച്ചു. അയോധ്യയുടെ ഉദ്ഘാടനം ജനുവരി 22-നാണ് വെച്ചിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ടേ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യൂ എന്ന് പറഞ്ഞു. ഇത്ര എളുപ്പത്തിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന, അല്ലെ, ഇലക്ഷൻ കമ്മീഷൻ 100 പാരാമീറ്റേഴ്സ് പരിഗണിച്ച് തീരുമാനിക്കേണ്ട ഇലക്ഷൻ എന്ന് പറയുന്നൊരു സംഗതി യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയുടെ സംഗതിക്ക് ശേഷമേ ഉണ്ടാവൂ എന്ന് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വരെ മനസ്സിലാവുന്ന തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വീക്കൻ ചെയ്യപ്പെട്ടു എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഉദാഹരണം. അങ്ങനെ ഏത് ഭരണഘടനാ സ്ഥാപനവും വളരെയധികം വീക്കൻ ചെയ്യുന്ന, വളരെ ദുർബലപ്പെടുത്തുന്ന ഈ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ അലയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നോക്കിയാൽ ഒരു പക്ഷേ, ഇത് പലവിധ ഫാക്ടേഴ്സ് പരിശോധിച്ച് പറയേണ്ട ഒരു കാര്യമാണ്, പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും റിഗ്രസീവായ നിയമങ്ങൾ, ടോട്ടലിറ്റേറിയൻ സ്റ്റേറ്റിലേക്ക് അധികാര രൂപം കേന്ദ്രീകരിക്കപ്പെടുന്നതിലേക്ക്, എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് നിയമനിർമ്മാണങ്ങൾ നടത്തിയ, ഏറ്റവും കൂടുതൽ നിയമനിർമ്മാണങ്ങൾ നടത്തിയ ഒരു വർഷമാണ് പാർലമെന്റ്. ഒരു കാര്യം കൂടി പരിശോധിക്കുക, പാർലമെന്റ് പ്രവർത്തിച്ചതിൽ ഏറ്റവും കുറഞ്ഞ ദിവസം ചർച്ചകൾ നടന്നൊരു വർഷമാണോ കടന്നുപോയ വർഷം എന്നും കൂടി നമ്മൾ പരിശോധിക്കുക. വല്ല കോവിഡ് കാരണം അടച്ചിട്ട വർഷങ്ങൾ ഒഴിവാക്കിയാൽ ഏറ്റവും കുറഞ്ഞ ചർച്ചകൾ, ഏറ്റവും കുറഞ്ഞ സംവാദങ്ങൾ നടന്ന ഒരു വർഷം കൂടിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ നീതി ആയോഗിന്റെ തലവൻ ടു മച്ച് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത്. അതാണ് ആ നറേറ്റീവ്. എന്തിനാണ് ഇത്രയധികം ചർച്ചകൾ? നമുക്ക് അപ്പം ചുട്ടെടുക്കുന്നത് പോലെ നിയമങ്ങൾ പാസ്സാക്കിയ പോരെ എന്നുള്ളതാണ് ഈസി നറേഷൻ. ഇത്തരം നിയമങ്ങൾ കാടൻ നിയമങ്ങൾ എന്ന് പറയാൻ പാടില്ല, അതിനേക്കാൾ മോശമായ നിയമങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇവർക്ക് ഈസി നറേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ രാജ്യദ്രോഹി അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു പേടിക്കണം? കേട്ടിട്ടില്ലേ? അതെ,
നിങ്ങൾ രാജ്യദ്രോഹി അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു പേടിക്കണമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ആരാണ് രാജ്യദ്രോഹി എന്ന് ഈ പറയുന്ന സ്റ്റേറ്റ് തീരുമാനിക്കും അതത് സമയത്ത് എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അപ്പോൾ ഈ റിപ്പബ്ലിക് ദിനത്തെ ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ 75 വർഷക്കാലത്തിനിടയിലുള്ള അത് ഏതെങ്കിലും സർക്കാരുകളോടുള്ള ഒരു രാഷ്ട്രീയ വിയോജിപ്പല്ല. ആളുകൾക്ക് ചോദിച്ചേക്കാം, നിങ്ങൾക്ക് എതിരുള്ള ഒരു രാഷ്ട്രീയ വിശ്വാസം ഇന്ത്യ ഭരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ നോക്കൂ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് വസ്തുതകളാണ്. റിഗ്രസീവ് ആയിട്ടുള്ള നിയമനിർമ്മാണമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. ഇത് ഉന്നയിക്കാൻ ഒരു പ്ലാറ്റ്ഫോം നമുക്കില്ല എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. അല്ലെങ്കിൽ പാർലമെന്റ് ഡിബേറ്റിന് ഓപ്പൺ ചെയ്യണം, അതുണ്ടാവുന്നില്ല. പാർലമെന്റിൽ പ്രധാനപ്പെട്ട നിയമങ്ങൾ പാസാക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ കക്ഷികളിലെ ഭൂരിപക്ഷം MP-മാരെയും നിങ്ങൾ ഏതെങ്കിലും ഒരു ചട്ടത്തിന്റെ പേരിൽ പുറത്താക്കിയിട്ടാണ് ഈ നിയമങ്ങൾ പാസ്സാക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ജനതയെ പരിഗണിക്കാതെയാണ് വാസ്തവത്തിൽ ഈ നിയമങ്ങളൊക്കെ പാസ്സാക്കിയിരിക്കുന്നത്. ഇതിന്റെ അന്തസത്ത ചർച്ച ചെയ്യപ്പെടുന്നില്ല. ആ അർത്ഥത്തിൽ നോക്കിയാൽ ലോകത്തെമ്പാടും ഭരണാധികാരികൾ അധികാര കേന്ദ്രീകരണത്തിന്റെ പാതയിലാണ്. ഇന്ത്യ മാത്രമായ ഒരു സംഗതിയല്ല, ഇത് പലയിടത്തും അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയെല്ലാം ഭയപ്പെടുന്ന, ഒരു ഭരണാധികാരിയും ധൈര്യപ്പെടാത്ത തരത്തിലുള്ള സെൻട്രലൈസേഷൻ ഓഫ് പവറാണ് ഇന്ത്യയിൽ നടക്കുന്നത്. പ്രിയാമ്പിളിൽ മതേതരത്വം എഴുതി വെച്ചിട്ട് അതിനെ പരസ്യമായി ലംഘിച്ചുകൊണ്ട് പാർലമെന്റ് ഉദ്ഘാടനവും ഒരു മന്ദിരം ഉദ്ഘാടനവും ഒരു ക്ഷേത്ര നിർമ്മാണവും നടത്താൻ ഈ രാജ്യത്തെ സർക്കാരിന് കഴിയുന്നുണ്ടെങ്കിൽ, അതിനോട് ജുഡീഷ്യറി വളരെ നെഗറ്റീവായി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ രാജ്യത്ത് ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യങ്ങൾക്കെല്ലാം വിരുദ്ധമായി കാര്യങ്ങൾ നടക്കും എന്ന സൂചനയാണ്, വളരെ ദൗർഭാഗ്യകരമായ സൂചനയാണ് ഈ റിപ്പബ്ലിക് ദിനത്തിന് രാജ്യത്തെ സർക്കാർ നമുക്ക് തരും. ഇതൊരു അവസാനത്തെ സർക്കാരൊന്നും അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സാധ്യതകളുണ്ട്. ഞാൻ പറയുന്നത് സോഫാർ ഇങ്ങനെയാണ് ട്രെൻഡ് എന്ന് പറയാനായിട്ട്.